ആകാശവാണി വാർത്താ വീക്ഷണം. പ്രധാനമന്ത്രിയുടെ അമേരിക്ക ഫ്രാൻസ് സന്ദർശനം. തയ്യാറാക്കിയത് അനീഷ് ഐലം. ജന്മഭൂമി ലേഖകൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ഫ്രാൻസ് സന്ദർശനവും 2 ദിവസത്തെ അമേരിക്കൻ സന്ദർശനവും അത്യന്തം പ്രാധാന്യമുള്ള പ്രതിരോധ വ്യാപാര കരാറുകളാണ് രാജ്യത്തിന് സമ്മാനിച്ചത്. മേക്ക് ഇന്ത്യ ഗ്രേറ്റ് എഗെയിനും മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിനും ചേർന്നുള്ള ഇരു രാജ്യങ്ങളിലെയും മെഗാ അഭിവൃദ്ധി ലക്ഷ്യം വെച്ചുള്ള മുദ്രാവാക്യം മറ്റൊരു ഉദാഹരണമാണ്. ഫെബ്രുവരി 10 മുതൽ 12 വരെയായിരുന്ന ഫ്രാൻസ് സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയിൽ 10 സുപ്രധാന കരാറുകളിലാണ് ഒപ്പുവെച്ചത്. കഴിഞ്ഞ 25 വർഷമായി ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ ഉഭയകക്ഷി കൂടിക്കാഴ്ച പ്രയോജനപ്പെട്ടു. പ്രതിരോധം, സിവിൽ ആണവോർജ്ജം, ബഹിരാകാശം എന്നീ തന്ത്രപരമായ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും വിലയിരുത്തി. വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ആഹ്വാനം ചെയ്തു. ആരോഗ്യം, സംസ്കാരം, ടൂറിസം, വ്യവസായം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നീ മേഖലകളിലെ നിലവിലുള്ള സഹകരണത്തിൽ ഇരു നേതാക്കളും സംതൃപ്തി രേഖപ്പെടുത്തി. ഇന്തോ പസഫിക് മേഖലയിലും ആഗോള വേദികളിലും സംരംഭങ്ങളിലും കൂടുതൽ ഇടപെടൽ നടത്തും. ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിന്റെ മുന്നോട്ടുള്ള പാതയുടെ രൂപരേഖയായി ഒരു സംയുക്ത പ്രസ്താവനയും ഇരുവരും അംഗീകരിച്ചു. സുരക്ഷയ്ക്കും പരമാധികാരത്തിനും വേണ്ടിയുള്ള പങ്കാളിത്തം ഊട്ടിയുറപ്പിക്കുമെന്ന് സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ഇന്ത്യയിൽ സ്കോർപിയൻ അന്തർവാഹിനികളുടെ നിർമ്മാണത്തിലെ സഹകരണ പുരോഗതിയെ ഇരു നേതാക്കളും അഭിനന്ദിച്ചു. മിസൈലുകൾ, ഹെലികോപ്റ്റർ എഞ്ചിനുകൾ, ജെറ്റ് എഞ്ചിനുകൾ എന്നിവയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെ ഇരുവരും സ്വാഗതം ചെയ്തു. പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറിന്റെ സൂക്ഷ്മ പരിശോധനയ്ക്കായി ഫ്രഞ്ച് സൈന്യത്തെ പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ടുണ്ട്. DGAയ്ക്കും DRDOയ്ക്കും ഇടയിൽ പ്രതിരോധ സാങ്കേതിക വിദ്യകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കാനും ധാരണയായി. മധ്യകിഴക്കൻ മേഖലയിലെ പ്രശ്നങ്ങൾ, യുക്രൈൻ യുദ്ധം എന്നിവയുൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഇരു നേതാക്കളും വിശദമായ ചർച്ചകൾ നടത്തി. ന്യൂഡൽഹിയിൽ നടക്കാൻ പോകുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടി ബന്ധം ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം ഇരു നേതാക്കളും ആവർത്തിച്ച് വ്യക്തമാക്കി. ഓസ്ട്രേലിയയുമായും യുണൈറ്റഡ് അറബ് എമിറേറ്റുകളുമായുള്ള സഹകരണത്തെയും ഇരുവരും സ്വാഗതം ചെയ്തു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ബഹിരാകാശ ചർച്ചയുടെ 3ാം പതിപ്പ് 2025 നടത്താനും തീരുമാനിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ എല്ലാ രൂപങ്ങളിലുമുള്ള ഭീകരതയെ ഇരു നേതാക്കളും അപലപിച്ചു. തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന ശൃംഖലകളും താവളങ്ങളും തകർക്കാനുള്ള ആഹ്വാനം രാജ്യത്തിന്റെ മറ്റൊരു വിജയമാണ്. തീവ്രവാദ സംഘങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നവർക്കും പിന്തുണയ്ക്കുന്നവർക്കും ഒരു രാജ്യവും സുരക്ഷിത താവളമൊരുക്കരുതെന്നും ഇരു നേതാക്കളും നിർദ്ദേശിച്ചു. UN സെക്യൂരിറ്റി കൌൺസിൽ ഉപരോധ സമിതി പട്ടികപ്പെടുത്തിയിട്ടുള്ള ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട എല്ലാ ഭീകരർക്കെതിരെയും യോജിച്ച നടപടിയെടുക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ തത്സമയ പേയ്മെന്റ് സംവിധാനമായ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ UPI ഫ്രാൻസിൽ ഉപയോഗിക്കുന്നതിനുള്ള വിപുലമായ സാധ്യതകളും ചർച്ചയായി. പരിസ്ഥിതി മന്ത്രാലയങ്ങൾ തമ്മിൽ പരിസ്ഥിതി മേഖലയിൽ ഉഭയകക്ഷി സഹകരണം പുതുക്കുന്നതിനെയും സ്വാഗതം ചെയ്തു. 2025 ജൂണിലെ യുനോക് 3 ഫ്രാൻസിന് ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തു. 13 ദശലക്ഷം മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. 2036 ഒളിമ്പിക്സും പാരാലിമ്പിക്സും സംഘടിപ്പിക്കുന്ന ഇന്ത്യയ്ക്ക് പ്രധാന അന്താരാഷ്ട്ര കായിക മത്സരങ്ങളുടെ സംഘാടനത്തിലും സുരക്ഷിതത്വത്തിലും ഫ്രാൻസിന്റെ അനുഭവവും വൈദഗ്ധ്യവും പങ്കിടും. നൈപുണ്യ വികസനം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, പരിശീലനം എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താനും തീരുമാനിച്ചു. ഇന്ത്യ ഫ്രാൻസ് റിനോവേഷൻ വർഷത്തിന്റെ ഉദ്ഘാടനം 2026 മാർച്ചിൽ ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് പ്രസിഡന്റ് മാക്രോണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോഗോ പുറത്തിറക്കിക്കൊണ്ട് പ്രഖ്യാപിച്ചു. പാരീസിലെ ലോക നേതാക്കളുടെയും ആഗോള ടെക് സിഇഒമാരുടെയും സമ്മേളനമായ AI ആക്ഷൻ ഉച്ചകോടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ഫ്രാൻസ് CEO ഫോറത്തെയും ഇരുവരും സംയുക്തമായി അഭിസംബോധന ചെയ്തു. എസ്റ്റോണിയ റിപ്പബ്ലിക് പ്രസിഡന്റ് അലാർ കാരീസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയതാണ് എടുത്തു പറയേണ്ട മറ്റൊരു ഉഭയകക്ഷി ചർച്ച. ഇന്ത്യയും എസ്റ്റോണിയയും തമ്മിലുള്ള സാംസ്കാരികവും ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും അഭിവൃദ്ധി പ്രാപിക്കുന്നതിൽ ഇരു നേതാക്കളും സംതൃപ്തി പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും മാഴ്സലിയിലെ മസാഗഡ് യുദ്ധ സെമിത്തേരി സന്ദർശിച്ച് 1ാം ലോക മഹായുദ്ധത്തിലും 2ാം ലോക മഹായുദ്ധത്തിലും ജീവൻ നഷ്ടപ്പെട്ട ഇന്ത്യൻ സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇരുവരും ചേർന്ന് മാഴ്സയിൽ പുതുതായി ആരംഭിച്ച ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലും ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധത്തിലെ നാഴികക്കല്ലാണ് കോൺസുലേറ്റിന്റെ ഉദ്ഘാടനം. 2023 ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശന വേളയിലാണ് മാർസയിൽ കോൺസുലേറ്റ് ജനറൽ തുറക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. കാഡറാക്ഷയിലുള്ള അന്താരാഷ്ട്ര തെർമോ ന്യൂക്ലിയർ പരീക്ഷണ റിയാക്ടറും ഇരുവരും സന്ദർശിച്ചു.
ലോകത്തിലെ ഏറ്റവും മികച്ച ഫ്യൂഷൻ ഊർജ്ജ പദ്ധതികളിലൊന്നായ ITER-ലേക്ക് ഒരു രാഷ്ട്രത്തലവൻ നടത്തുന്ന ആദ്യ സന്ദർശനമെന്ന പ്രത്യേകതയും മോദിയുടെ സന്ദർശനത്തിലുണ്ട്. AI ഉച്ചകോടിക്ക് ശേഷം ഫ്രഞ്ച് പ്രസിഡൻഷ്യൽ വിമാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ഒരുമിച്ചാണ് പാരീസിൽ നിന്ന് മാർസയിലേക്ക് യാത്ര ചെയ്തത്. ഇരു നേതാക്കളും തമ്മിലുള്ള വ്യക്തിബന്ധം എത്രത്തോളം ദൃഢമാണ് എന്നതിന്റെ തെളിവ് കൂടിയായി ആ ആകാശയാത്ര. മാർസയിലിനടുത്തുള്ള തീരദേശ പട്ടണമായ കാസസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അത്താഴ വിരുന്നും സംഘടിപ്പിച്ചു. പ്രസിഡന്റ് മാക്രോണിനെ ഇന്ത്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ക്ഷണിക്കുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരം അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ സ്വീകരണമാണ് നൽകിയത്. വൈറ്റ് ഹൌസിൽ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആലിംഗനം ചെയ്തു. വൈറ്റ് ഹൌസിൽ നടന്ന ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ട്രംപും സംയുക്തമായി വാർത്താ സമ്മേളനവും നടത്തി. പ്രതിരോധ മേഖലയിലെയും ഭീകരവിരുദ്ധ പോരാട്ടത്തിലെയും വ്യാപാര മേഖലയിലെയും സഹകരണം ശക്തമാക്കാനും ഇരുവരും തമ്മിലുള്ള ചർച്ചകളിൽ തീരുമാനമായി. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് ബംഗ്ലാദേശ് വിഷയത്തിൽ യാതൊരു പങ്കുമില്ലെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദീർഘകാലമായി ബംഗ്ലാദേശ് വിഷയത്തിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നും നൂറുകണക്കിന് വർഷങ്ങളായി അക്കാര്യത്തിൽ ഇന്ത്യക്ക് നിലപാടുണ്ടെന്നും പറഞ്ഞ ട്രംപ് ബംഗ്ലാദേശ് വിഷയം താൻ മോദിക്ക് വിടുകയാണെന്നും പറഞ്ഞു. രാജ്യരക്ഷയും പ്രതിരോധവും സുശക്തമാക്കാൻ അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനമായ F-35 സ്റ്റെൽത്ത് അടക്കം കൂടുതൽ യുദ്ധവിമാനങ്ങളും പ്രതിരോധ ഉപകരണങ്ങളും ഇന്ത്യ വാങ്ങും. പ്രതിരോധ കരാറിന് 10 വർഷത്തെ കാലാവധിയാണ് ഉള്ളത്. ഭീകരവാദത്തിനെതിരെ സഹകരണം ശക്തിപ്പെടുത്താനും ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചയിൽ ധാരണയായി. മുംബൈ, പഠാൻകോട്ട് ആക്രമണങ്ങളിലെ കുറ്റവാളികളെ വേഗത്തിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ നടത്താൻ തങ്ങളുടെ പ്രദേശം ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും നേതാക്കൾ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണെ കൈമാറാനുള്ള തീരുമാനത്തിന് അംഗീകാരം നൽകിയതായി അമേരിക്ക പ്രഖ്യാപിച്ചു. ഇതിനെ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു. ഇതുകൂടാതെ ജാവലിൻ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ, സ്ട്രൈക്കർ ഇൻഫൻട്രി കോമ്പാറ്റ് വാഹനങ്ങൾ എന്നിവയുടെ നിർമ്മാണം ഈ വർഷം തന്നെ ഇന്ത്യയിൽ ആരംഭിക്കാനും ധാരണയായി. അത്യാധുനിക സമുദ്ര സംവിധാനങ്ങളും നൂതന AI അധിഷ്ഠിത ആളില്ലാ വിമാനങ്ങളും സംയുക്തമായി നിർമ്മിക്കാൻ ആന്റൂറിൽ ഇൻഡസ്ട്രീസും മഹീന്ദ്ര ഗ്രൂപ്പും തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കും. കടൽത്തട്ടിലെ വസ്തുക്കൾ കണ്ടെത്താൻ അന്തർവാഹിനികളെ സഹായിക്കുന്ന ഡോവ്ഡ് അറേ സോണാർ സംവിധാനം L3 ഹാരിസും ഭാരത് ഇലക്ട്രോണിക്സും ചേർന്ന് വികസിപ്പിക്കും. ഇരു രാജ്യങ്ങളിലെയും കമ്പനികൾക്ക് ഉയർന്ന മൂല്യമുള്ള വ്യവസായങ്ങളിൽ നേരിട്ടുള്ള നിക്ഷേപം നടത്താനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കും. ഏകദേശം $7.35 ശതകോടി ഇന്ത്യൻ കമ്പനികളുടെ തുടർച്ചയായ നിക്ഷേപങ്ങളെ നേതാക്കൾ സ്വാഗതം ചെയ്തു. ഇത് 3000-ലധികം തൊഴിൽ സജ്ജമാക്കുമെന്നാണ് വിലയിരുത്തൽ. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയിൽ പൂർണ്ണ അംഗമായി ചേരുന്നതിന് ഇന്ത്യക്ക് ഉറച്ച പിന്തുണ നൽകുമെന്ന് അമേരിക്ക വ്യക്തമാക്കി. അമേരിക്ക-ഇന്ത്യ സിവിൽ ആണവ കരാർ പൂർണ്ണമായും സാക്ഷാത്കരിക്കാനുള്ള പ്രതിജ്ഞാബദ്ധത സംയുക്ത പ്രസ്താവനയിൽ നേതാക്കൾ പ്രഖ്യാപിച്ചു. മാഗ പ്ലസ് മിഗ ഈക്വൽസ് മെഗ എന്ന പുതിയ മുദ്രാവാക്യം ലോകത്തിനു മുന്നിൽ ഇരു നേതാക്കളും ഉയർത്തി. അഭിവൃദ്ധിക്കായുള്ള ഇരു രാജ്യങ്ങളുടെയും മുന്നേറ്റത്തിനുള്ള മെഗാ പങ്കാളിത്തമെന്നാണ് മോദി ഇതിനെ വിശേഷിപ്പിച്ചത്. ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ അഥവാ മാഗ അമേരിക്കക്കാർക്ക് പരിചിതമാണ്. മേക്ക് ഇന്ത്യ ഗ്രേറ്റ് എഗെയിൻ മിഗ എന്നതാണ് ഇന്ത്യയുടെ വികസന നയം. മാഗയും മിഗയും കൂടിച്ചേരുമ്പോൾ അഭിവൃദ്ധിക്കായുള്ള മെഗാ പങ്കാളിത്തം രൂപപ്പെടുന്നുവെന്നും മോദി പറഞ്ഞു. ട്രംപിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഉഭയകക്ഷി വ്യാപാരം 2030 ആവുമ്പോൾ $500 ബില്യൺ ഉയർത്താൻ മിഷൻ 500 എന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. ഈ വർഷം അവസാനത്തോടെ വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം ചർച്ച ചെയ്യും. വൈറ്റ് ഹൌസിൽ വെച്ചുള്ള ട്രംപുമായുള്ള കൂടിക്കാഴ്ച മികച്ചതായിരുന്നു. ട്രംപ് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന സമയത്തെ നിർണായക നിമിഷങ്ങൾ കോർത്തിണക്കിയുള്ള അവർ ജേണി ടുഗദർ എന്ന പുസ്തകം ട്രംപ് പ്രത്യേക സമ്മാനമായി മോദിക്ക് കൈമാറി. മോദിക്കായി വൈറ്റ് ഹൌസിൽ ട്രംപ് അത്താഴ വിരുന്നമൊരുക്കിയിരുന്നു. അമേരിക്കൻ പര്യടനത്തിൽ അമേരിക്കൻ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാർഡ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വാട്സ്, ടെസ്ല CEO ഇലോൺ മസ്ക്, വിവേക് രാമസ്വാമി എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. മോദി ട്രംപ് കൂടിക്കാഴ്ചയിലെ പ്രധാന വിഷയം ബംഗ്ലാദേശ് ആയിരുന്നുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുമായി സ്ഥിരതയുള്ളതും ഫലപ്രദവുമായ ബന്ധം പുലർത്തുന്ന ദിശയിലേക്കുള്ള മാറ്റങ്ങൾ ബംഗ്ലാദേശിലുണ്ടാവുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. US-ലെ 36 മണിക്കൂർ സന്ദർശനത്തിലും ഫ്രാൻസിലെ 3 ദിവസത്തെ സന്ദർശനത്തിലുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പിട്ട കരാറുകളും സംയുക്ത പദ്ധതികളും നയതന്ത്ര വിജയത്തിന്റെ മറ്റൊരു നാഴികക്കല്ലാവുകയാണ്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.